ഹായ്, നമുക്കിപ്പോൾ റീസെൻ്റ്ലി വന്നിരിക്കുന്ന കുറച്ച് എക്സാം അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അഫ്കാറ്റിൻ്റെ എക്സാമാണ്, അല്ലെങ്കിൽ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. നിങ്ങൾക്ക് എയർഫോഴ്സിലൊരു ഓഫീസർ റാങ്കിങ്ങിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ അഫ്കാറ്റിൻ്റെ എക്സാം. ഡിഗ്രി ക്ലിയർഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ റിസൾട്ട്സ് അവൈറ്റിംഗ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും തന്നെ ഈ എക്സാം എഴുതാവുന്നതേ ഉള്ളൂ. 3 കാറ്റഗറീസിലായിട്ട്, അതായത് ഫ്ലൈയിങ്, ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ, ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ, ഇങ്ങനെ 3 കാറ്റഗറീസിൽ കൂടെ തന്നെ അവരൊരു 306 വേക്കൻസീസ് ആണ് അവരതിൻ്റെ അകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്ന ഒരു മേജർ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ LICയുടെ ആണ്, അല്ലെങ്കിൽ LIC അസിസ്റ്റൻറ്റ്. LIC അസിസ്റ്റൻറ്റിൻ്റെ സ്കെയിൽ 3 ആൻഡ് സ്കെയിൽ 4 ഈ 2 കാറ്റഗറീസിൽ കൂടെ അറൗണ്ട് ഒരു 7000+ വേക്കൻസീസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൻ്റെയും ഒരു കൺഫർമേഷൻ നമുക്ക് ജൂലൈ ഫസ്റ്റ് വീക്ക് തന്നെ അവരതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ആക്ച്വലി ജൂൺ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ജൂലൈ തൊട്ട് അങ്ങോട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ബാങ്കിനും SSCക്കും ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു ടൈം പീരീഡാണ്. SSCക്ക് എന്ന് പറയുമ്പോൾ SSC CGL, MTS, സ്റ്റെനോഗ്രാഫർ, GD ഇതുപോലെ ഇഷ്ടംപോലെ എക്സാംസ് വരുന്നുണ്ട്. അതേപോലെ ബാങ്കിനാണെങ്കിൽ RRB PO ക്ലർക്ക്, അതേപോലെ IBPSൻ്റെ PO ക്ലർക്ക്, SBI, RBI ഇതുപോലെ ഇഷ്ടംപോലെ ബാങ്ക് എക്സാംസ് നമുക്ക് ഈ ജൂലൈ കഴിഞ്ഞിട്ടുള്ള ടൈം പീരീഡിൽ വരുന്നുണ്ടാവും. സോ ഇതേപോലെയുള്ള എക്സാംസിനെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ എക്സാംസ് ആണ് വരുന്നത്, ഓരോ എക്സാംസ് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പഠിക്കണം, അതിൻ്റെ സ്ട്രാറ്റജീസ് എന്തായിരിക്കണം, അതിനുവേണ്ട ടിപ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വരുന്ന May 27 നമ്മൾ നമ്മുടെ വെരാന്ത റൈസ് എറണാകുളം ബ്രാഞ്ചിൽ വെച്ചിട്ട് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയായിരിക്കും. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ വന്ന് ഇത് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് അന്ന് വരുന്ന എല്ലാവർക്കും തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ മാത്സിൻ്റെ ചെറിയൊരു ഷോർട്ട് കട്ട് ട്രിക്സിൻ്റെ പ്രോഗ്രാം നമ്മൾ പഠിപ്പിച്ച് തരുന്നുണ്ടാവും. സോ എന്തായാലും നമുക്ക് ഈ വരുന്ന May 27 കാണാം. താങ്ക് യു.